വചനമൊഴി ഏപ്രിൽ 11. വചനഭാഗം റോമ 15:7-13, യോഹന്നാന്റെ സുവിശേഷം 11:38-45. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ വീണ്ടും നെടുവേർപ്പെട്ടുകൊണ്ട് ശവകുടീരത്തിങ്കൽ വന്നു. അതൊരു ഗുഹയായിരുന്നു. അതിന്മേൽ ഒരു കല്ല് വച്ചിരുന്നു. ഈശോ പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. മരിച്ചയാളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും, ഇത് 4-ാം ദിവസമാണ്. ഈശോ അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അപ്പോൾ അവർ കല്ലെടുത്തു മാറ്റി. ഈശോ കണ്ണുകളുയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങെന്നെ ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങെന്നെ എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനക്കൂട്ടം വിശ്വസിക്കുന്നതിനു വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇതു പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ലാസറേ, പുറത്തു വരുക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം കച്ച കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. ഈശോ അവരോട് പറഞ്ഞു, അവന്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. മറിയത്തിന്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചവ കണ്ട് അവനിൽ വിശ്വസിച്ചു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് 40-ാം വെള്ളിയാഴ്ച ആചരിക്കുന്ന ദിവസമാണ്. നോമ്പ് ആരംഭിച്ച് 40 ദിവസം പൂർത്തിയാക്കി. പ്രത്യേകമായി ഈ ദിവസം ആചരിക്കുമ്പോൾ നോമ്പിൻ്റെ ചൈതന്യം നമ്മളിൽ എന്തുമാത്രം ആഴപ്പെട്ടു എന്ന് ആത്മശോധന ചെയ്യുവാനും നോമ്പിൻ്റെ ആധ്യാത്മികത നമ്മളിൽ പ്രകടമാക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് പരിചിന്തനം ചെയ്യുവാനും ഈ 40-ാം വെള്ളി ആചരണം നമ്മെ ക്ഷണിക്കുന്നുണ്ട്. ഇന്ന് സുവിശേഷത്തിൽ നാം ശ്രവിച്ചത് ലാസറിന് ഈശോ പുനർജീവൻ നൽകുന്ന കാര്യമാണ്. കഴിഞ്ഞ ഞായറാഴ്ച സുവിശേഷത്തിൽ നാം കേട്ടിരുന്നു, ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനും വേണ്ടിയാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നു. തുടർന്ന് ഈശോ പറയുന്നു, എനിക്ക് ജീവൻ സമർപ്പിക്കുവാനും അത് വീണ്ടെടുക്കുവാനും അധികാരമുണ്ട്. ഈശോയ്ക്ക് ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുണ്ട് എന്ന കാര്യമാണ് നമ്മെ ഓർമ്മിപ്പിച്ചത്. ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുണ്ട് എന്ന കാര്യം തൻ്റെ ചുറ്റുമുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഈശോ ചെയ്ത ഒരത്ഭുതമാണ് ലാസറിന് പുനർജീവൻ നൽകുന്നത്. മരിച്ച് അടക്കപ്പെട്ട് 4-ാം ദിവസമായിരുന്ന ലാസറിനെ മരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ജീവന്റെയും മരണത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ് എന്ന് വ്യക്തമാക്കുന്നു. മനുഷ്യകുലത്തിന് ജീവനുണ്ടാകുവാൻ വേണ്ടി സ്വയം ബലിയായി മാറി മനുഷ്യകുലത്തിൻ്റെ ആത്മരക്ഷയ്ക്കായി തൻ്റെ ജീവിതം സമർപ്പിക്കുകയും ഉദ്ധാനം ചെയ്യുകയും ചെയ്ത മിശിഹ നമ്മോടും ആവശ്യപ്പെടുന്നത് ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനാണ്. ലാസറിന് പുനർജീവൻ നൽകുവാൻ മരണത്തിൻ്റെ മേലും ജീവന്റെ മേലും അധികാരമുള്ള തമ്പുരാൻ നമ്മുടെയും ജീവന്റെ മേൽ അധികാരമുള്ളവനാണ്. നമ്മുടെയും മരണത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ്. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനായ മിശിഹായിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ച് നിത്യജീവൻ പ്രാപിക്കുക എന്നതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ആത്മരക്ഷയ്ക്കായി പരിശ്രമിക്കുവാനും ആത്മരക്ഷയ്ക്ക് ഉതകുന്ന പ്രവർത്തികൾ അനുദിന ജീവിതത്തിൽ അനുഷ്ഠിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ഈ നോമ്പ് കാലഘട്ടവും നോമ്പ് കാലഘട്ടത്തിൻ്റെ ആചരണങ്ങളും അതിന് നമ്മെ സഹായിക്കുന്നതായി മാറട്ടെ. മിശിഹായുടെ മഹത്വപൂർണമായ ഉത്ഥാനത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്കും മഹോന്നതമായ ഉത്ഥാനത്തിൽ പങ്കാളികളാകുവാനുള്ള കൃപ പ്രാർത്ഥിക്കാം.
മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.